ബുദ്ധി എന്ന വസ്തു കാണാത്തതിനാൽ ബുദ്ധിയില്ലെന്നാണോ? ചോദിക്കട്ടെ, ഇവിടെയൊക്കെയും കരണ്ടിന്റെ പ്രവർത്തനം കൊണ്ട് പലതും കത്തുന്നില്ലേ? ഈ മൈക്ക് പ്രവർത്തിക്കുന്നില്ലേ? പക്ഷേ കരണ്ട് ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? കരണ്ടിന്റെ ഫലങ്ങൾ നാം അനുഭവിക്കുന്നുണ്ട്. കരണ്ടിന്റെ പ്രവർത്തനം കൊണ്ട് പലതും ഇവിടെ കറങ്ങുന്നുണ്ട്. പക്ഷേ കരണ്ട് എന്നത് നമ്മൾ കണ്ടിട്ടില്ല. കാണാത്തതിനാൽ കരണ്ടില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞവനെ കൊണ്ടുപോയി കരണ്ട് വെക്കേണ്ടതല്ലേ? ഓ സുഹൃത്തുക്കളെ, കാണാത്തതില്ലാത്തതാണോ? ഇല്ലാത്തത് അതാ കാണാത്തതിനാൽ ഇല്ലെന്ന് വിധിക്കാൻ പറ്റുമോ? ഉള്ളതെല്ലാം കണ്ടുകൊള്ളണമെന്നുണ്ടോ? രണ്ടാമത് ചോദിക്കട്ടെ, ഇല്ലാത്തത് പലതും നമ്മൾ കാണുന്നില്ലേ? അല്ലേ? അങ്ങകലെ ആകാശം തെങ്ങിന്റെ മേലെ മുട്ടിയതായി നമുക്ക് തോന്നിയില്ലേ? അവിടെ ആകാശം മുട്ടിയിട്ടില്ല, മേഘവും മുട്ടിയിട്ടില്ലെന്നുറപ്പല്ലേ? ചോദിക്കട്ടെ, ഇല്ലാത്തത് പലതും നമ്മൾ കാണുന്നില്ലേ? സ്വപ്നത്തിൽ നിങ്ങൾ പത്രം വായിച്ചിട്ടില്ലേ? പത്രം നിങ്ങളെ റൂമിൽ തന്നെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. സ്വപ്നത്തിൽ നിങ്ങൾ ആനയെ കണ്ടിട്ടില്ലേ? റൂമിന്റെ വാതിൽ കൂടി തുറക്കാതെ എങ്ങനെ ആന വരാനാണ്? കണ്ടതെല്ലാം ഉണ്ടാകണമെന്നുണ്ടോ? ഉള്ളതെല്ലാം കണ്ടുകൊള്ളണമെന്നുണ്ടോ? അപ്പോഴതൊന്നും തെളിവല്ല. നമ്മുടെ ചോദ്യം, അല്ലാഹു ഇല്ലെന്നതിന് വല്ല തെളിവും എതിരാളിക്ക് പറയാൻ കഴിയുമോ? കഴിയില്ലെങ്കിൽ അവനോട് ചോദിക്കട്ടെ, അവന് സ്വന്തം ഒരു ശരീരമില്ലേ? ആ ശരീരത്തിൽ അവൻ ഭക്ഷണം കഴിക്കുന്നില്ലേ? ആ ഭക്ഷണം ദഹിപ്പിക്കാൻ അവന് സ്വന്തത്തിൽ കഴിവുണ്ടോ? അവൻ വെള്ളം കുടിക്കുന്നില്ലേ? ആ കുടിക്കുന്ന വെള്ളത്തിന്റെ പോഷകങ്ങൾ ശരീരത്തിന് ഏറ്റുവാങ്ങിയിട്ട് ആവശ്യമില്ലാത്ത മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളാൻ അവന് സ്വന്തം ശക്തിയുണ്ടോ? ചോദിക്കട്ടെ, അവന്റെ സ്വന്തം താടിയിലെയും തലയിലെയും അതുപോലെ മീശയിലെയും ഒക്കെ രോമങ്ങൾ വെളുത്തുപോയില്ലേ? അത് കറുത്ത നിലക്ക് തന്നെ നിർത്താൻ അവന് ശേഷിയുണ്ടോ? ചോദിക്കട്ടെ, അമേരിക്കയുടെ പ്രസിഡന്റ് ആണെങ്കിലും ജലദോഷം പിടിച്ചിട്ട് മൂക്കെന്ന് ഒലിക്കാൻ തുടങ്ങിയില്ലേ? അത് ഒലിക്കാതിരിക്കാൻ വേണ്ടി അതാ ഒരു പ്രമേയം പാസാക്കാൻ നിവൃത്തിയുണ്ടോ? ചോദിക്കട്ടെ, രാജ്യമൊട്ടാകെ അടക്കി ഭരിക്കുന്ന രാജാവിന്റെയും മുൻഭാഗത്തൊരു ഒരു നജസ് പേറുന്ന ടാങ്കിയില്ലേ? അഥവാ മാലിന്യം സൂക്ഷിക്കുന്ന ആമാശയമില്ലേ? ചോദിക്കട്ടെ, അതൊന്നെടുത്ത് മാറ്റി അവന്റെ കാലിന്റെ മേലെ ഫിറ്റ് ചെയ്യാൻ അവൻ അധികാരമുണ്ടോ? നീ മുന്നോട്ട് നടക്കുമ്പോൾ ഈ ടാങ്കിയും പേറിയിട്ടല്ലേ നടക്കുന്നത്? ചോദിക്കട്ടെ, ഒരു ചുവന്ന ഉള്ളി കൊണ്ടുവന്ന് ആ ഉള്ളി നിന്റെ കണ്ണിന്റെ സമീപത്ത് കൊണ്ടുവന്ന് അതിന്റെ തോലൊന്നുരിഞ്ഞാൽ തന്നെ നിന്റെ കണ്ണിന്ന് വെള്ളമൊലിച്ചില്ലേ? ഉള്ളിയുടെ മുന്നിൽ കണ്ണിലെ വെള്ളത്തിനെ പിടിച്ചു നിർത്താൻ കഴിയാത്ത ദുർബലനല്ലേ നീ? ഒരു ചെറിയ നാരെടുത്ത് മൂക്കിൽ കുത്തിയാൽ നീ തുമ്മാൻ തുടങ്ങിയില്ലേ? ഇത്രയും ശക്തിയില്ലാത്തവനല്ലേ നീ? ചോദിക്കട്ടെ, നിന്റെ വയറ്റിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറം ഒരു ദിവസം വയറ്റിൽ നിന്ന് മാലിന്യം പുറത്തുപോയാൽ നീ ബോധം കെട്ട് തളർന്ന് വീണുപോയില്ലേ? നിന്റെ ശക്തി നജസിന്റെ മേലെയല്ലേ നിൽക്കുന്നത്? ചോദിക്കട്ടെ, നിന്റെ മൂത്രം ഒരു ദിവസം ബന്ധായി പോയാൽ ആ മൂത്രത്തെ ക്രമീകരിച്ച് പുറത്തു കൊണ്ടുവരാൻ നിനക്ക് കഴിവുണ്ടോ? നിനക്ക് മലബന്ധം സംഭവിച്ചാൽ അവിടെ നിനക്ക് പെടയാനല്ലാതെ സ്വന്തത്തിൽ അത് ക്രമീകരിക്കാൻ നിനക്ക് സ്വന്തത്തിൽ കഴിവുണ്ടോ? പോകട്ടെ, ഇപ്പോൾ പ്രസംഗിക്കുന്ന ഞാൻ, ഇപ്പോൾ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾ, ഇപ്പോൾ ഞാൻ അങ്ങനെ തിരിക്കും അങ്ങനെ മറിക്കും, ആരാണ് പുള്ളിക്കാരൻ, അവനെ ഞാൻ പാഠം പഠിപ്പിക്കും എന്നൊക്കെ തോന്നുന്ന അഹങ്കാരത്തിന്റെ മനസ്സുകളില്ലേ? ചോദിക്കട്ടെ, ഈ പ്രസംഗം തീരുന്നത് വരെ ഈ പാവപ്പെട്ട എനിക്ക് ഗ്യാരണ്ടിയുണ്ടോ? എന്റെ അടുത്ത നിമിഷത്തിൽ എന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് എഴുതി ഒപ്പിട്ട് തരാൻ കഴിയുമോ? അടുത്ത മണിക്കൂറിൽ ഞാൻ എവിടെയാണെന്ന് പറയാനൊക്കുമോ? ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ അശ്ചര്യയുടെ മുറ്റത്താണ്, നാളെ രാത്രിയിൽ ഞാൻ ഖബറിലാണോ അല്ലേ? എനിക്ക് പറയാനൊക്കുമോ? നിങ്ങൾക്കാർക്കെങ്കിലും പറയാനൊക്കുമോ? ചോദിക്കട്ടെ, അധികാരത്തിൽ നിന്ന് വല്ലതും എനിക്കും നിങ്ങൾക്കുമുണ്ടോ?
അധികാരത്തിൽ നിന്ന് വല്ലതും എനിക്കും നിങ്ങൾക്കുമുണ്ടോ? ലോകത്തേതെങ്കിലും ഭരണാധികാരിക്കുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയും തലയും ഏകദേശവും ഫുള്ളായി തന്നെ നരച്ചുപോയില്ലേ? പ്രധാനമന്ത്രിയാണെങ്കിലും സ്വന്തം തലയിലെയും താടിയിലെയും രോമത്തിന്റെ കളർ നിയന്ത്രിക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിവില്ലല്ലോ. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്കും അധികാരമില്ലല്ലോ. ഞാനൊരു വലിയ വിവരമുള്ളവനാണെന്ന് പ്രസംഗിക്കുന്ന പണ്ഡിതന് തോന്നുന്നുവെങ്കിൽ അഹങ്കാരത്തിന്റെ തോന്നലല്ലേ അത്? അല്ലെങ്കിൽ ഒരു പണ്ഡിതന് ഞാനൊരു വിവരമുള്ളവനാണെന്ന് തോന്നുന്നുവെങ്കിൽ ചോദിക്കട്ടെ, ഒരു മനുഷ്യനുണ്ടാകേണ്ട ഏറ്റവും വലിയ വിവരം ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ അവസ്ഥ എന്താണ്? മരണത്തിന്റെ ശേഷം ഞാൻ ഖബറിലേക്ക് പെട്ടെന്ന് പോകണമെന്ന് ചിന്തിക്കുന്ന നല്ല മരണമാണോ അല്ലാത്തതാണോ? എന്റെ ഖബറിൽ എനിക്ക് സ്വർഗത്തിലേക്കുള്ള കവാടമാണോ അല്ലാത്തതാണോ? പടച്ച റബ്ബിന്റെ കോടതിയിൽ എനിക്ക് സലാമത്താണോ? അല്ലെങ്കിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് അവിടെ എനിക്ക് അതാ ശിക്ഷയാണോ? ഫരീഖും ഫിൽ ജന്നത്തി വഫരീഖും ഫിസ്സഈർ എന്ന് പറഞ്ഞ് മനുഷ്യനെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വഴിതിരിക്കുമ്പോ ഞാൻ പോകുന്ന റൂട്ട് സ്വർഗത്തിന്റെ റൂട്ടിലേക്ക് തന്നെയാണോ? അല്ല ഞാൻ തിരിച്ചു പോകേണ്ടി വരുമോ? എന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി മലായികത്ത് വരുമ്പോ റഹ്മത്തിന്റെ മലക്കുകൾ സ്വർഗത്തിലുള്ള പട്ടുകളുമായി സുഗന്ധങ്ങളുമായി വന്ന് എന്നെ സമാധാനിപ്പിക്കുന്ന രംഗമാണോ? അതല്ലെങ്കിൽ നരകത്തിന്റെ ഭാഗത്ത് നിന്നുള്ള വരവായി വളരെ ഗൗരവത്തോടെ വന്ന് എന്നെ അതാ ശക്തിയായി പീഡിപ്പിക്കുന്ന മരണമാണോ? ആ മരണം തന്നെ എനിക്കൊരു 10-20 വർഷം കഴിഞ്ഞിട്ടാണോ? അല്ല 10-20 മിനിറ്റിന്റെ ഉള്ളിലാണോ? ഇതിനെക്കുറിച്ച് ഈ ഒരൊറ്റ ചോദ്യത്തിനും മറുപടി പറയാൻ കഴിയാത്തവൻ ഞാനൊരു വിവരമുള്ളവനാണെന്ന് ചിന്തിക്കുന്നതിന് വല്ല അർത്ഥവുമുണ്ടോ? വിവരം ലഭിക്കേണ്ടത് എന്റെ ഭാവിയെക്കുറിച്ചുള്ള വിവരമല്ലേ? എന്റെ ആഖിറത്തിനെ കുറിച്ചുള്ള വിവരമല്ലേ? എന്റെ മരണത്തെക്കുറിച്ചുള്ള വിവരമല്ലേ? എന്റെ വിജയ പരാജയത്തെക്കുറിച്ചുള്ള വിവരമല്ലേ? അതിനെക്കുറിച്ചൊരു വിവരവും ലഭിക്കാത്ത ഞാൻ ഒരു പണ്ഡിതനാണെന്ന നിലയ്ക്ക് അഹങ്കാരത്തിന് അവകാശമുണ്ടോ? വല്ല പണക്കാരനും ഞാൻ പണം സമ്പാദിച്ച് അതേ എനിക്കിപ്പോൾ വയസ്സ് 60ആയി, 60 വയസ്സിനിടയിൽ ഞാൻ 600 കോടിയുടെ സമ്പാദിച്ചു എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടവൻ അഹങ്കരിക്കുന്നുവെങ്കിൽ ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ നിന്ന് 60 വയസ്സ് നീ ജീവിച്ചപ്പോ ചോദിക്കട്ടെ, 600 കോടി നീ ഉണ്ടാക്കി വെച്ചു. പക്ഷേ ഈ ഉണ്ടാക്കി വെച്ചത് അനുഭവിക്കാനുള്ള സമയം നിനക്കിനി എത്ര ബാക്കിയുണ്ടെന്ന് നിനക്ക് പറയാനൊക്കുമോ? നീ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച ഈ സമ്പാദ്യം നിന്റെ മക്കൾ കള്ളു കുടിക്കാനാണോ ഉപയോഗിക്കുന്നത്? നിന്റെ മക്കൾ വ്യഭിചാരത്തിനാണോ ഉപയോഗിക്കുന്നത്? നിന്റെ സന്താന പരമ്പരകൾ അതെന്തിനാണ് നിന്റെ ഖബറിൽ ശല്യം ചെയ്യാനാണോ ഉപയോഗിക്കുന്നത്? നിനക്കും എനിക്കും പറയാനൊക്കുമോ? ആകയാൽ എന്റെ ഭാവിയെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയാത്ത ഞാൻ, എന്നെ സംബന്ധിച്ച് ഒന്നും തീരുമാനം പറയാത്ത ഞാൻ, അതിനൊന്നും എനിക്ക് അധികാരമില്ലാത്ത ഞാൻ, എന്റെ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചും എന്റെ നഫ്സിനെ കുറിച്ചും എന്റെ ആത്മാവിനെ കുറിച്ചും പണത്തെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും ഒന്നും പറയാൻ കഴിയാത്ത വിവരമില്ലാത്തവൻ, ശക്തിയില്ലാത്തവൻ, അവനോട് ചോദിക്കട്ടെ, നിനക്കിത് മുഴുവനും തന്ന ഒരു രാജാവിന്റെ നിയന്ത്രണം
നിയമം നടക്കുന്നില്ലേ? അല്ലെങ്കിൽ നിനക്കൊരു നിയന്ത്രിക്കുന്ന വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കണ്ടേ? സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈ. ലോകത്ത് എന്തെല്ലാമുണ്ടോ, എവിടെയെല്ലാമുണ്ടോ, എങ്ങനെയെല്ലാമുണ്ടോ, മുഴുവൻ വിഷയത്തിന്റെയും അധികാരം മുഴുവനുമുള്ളൊരു രാജാവ്, അവൻ പരിശുദ്ധൻ തന്നെ. വഹു അതേ വൈലൈഹി തുർജഊൻ. അവനിലേക്ക് മടക്കപ്പെടുന്നവരാണ് ഏത് മനുഷ്യനും, അവനിലേക്ക് മടക്കപ്പെടുന്നവർ തന്നെ. ആ മനുഷ്യന് ശരിയായ ആത്മീയ ചിന്തയുണ്ടാകണോ? അവന്റെ മനസ്സ് റബ്ബിലേക്ക് തിരിക്കുന്ന ചിന്തകൾ ചിന്തിക്കണം. അവന്റെ ദൗർബല്യത്തെക്കുറിച്ച് അവൻ ആലോചിക്കണം. അല്ലാഹുവിന്റെ കഴിവ്, അല്ലാഹുവിന്റെ അധികാരം, അതിലേക്ക് അവന്റെ മനസ്സ് തിരിയണം. അതാണ് സുഹൃത്തുക്കളെ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? വഅമില സാലിഹാ. അവൻ വെറും പ്രസംഗിക്കലല്ല, അവൻ വെറും എഴുതലല്ല, അവൻ നല്ല കാര്യം പ്രവർത്തിക്കുന്നുണ്ട്. ഓ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്ത് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച നിയമങ്ങൾ, ആ ഖുർആൻ ഓതിത്തന്ന ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച നിയമങ്ങൾ, ആ നിയമങ്ങളിൽ മനുഷ്യകുലത്തിന് അപകടമുള്ള വല്ല നിയമങ്ങളും ചൂണ്ടിക്കാണിക്കാൻ ലോകത്തേതെങ്കിലും ഒരു മതവിരോധിക്ക് കഴിയുമോ? മനുഷ്യനാവശ്യമുള്ള വല്ല വിഷയങ്ങളും ഇസ്ലാമിന്റെ നിയമങ്ങളിൽ നിന്ന് വിട്ടുപോയി എന്ന് പറയാൻ ലോകത്താർക്കെങ്കിലും കഴിയുമോ? അതേ ഇസ്ലാം പഠിപ്പിച്ച നീതി, അങ്ങനെ ഒരു നീതി പഠിപ്പിച്ച വല്ല മതത്തെയും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഞാൻ ഈ അടുത്ത് മുതഅല്ലിമീങ്ങൾക്ക് ഫത്ഹുൽ മുഈൻ ഓതിക്കൊടുക്കുകയായി. ആ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞ ഒരു നിയമം എന്നെ കുറെ സമയം ഇരുത്തി ഇങ്ങനെ ചിന്തിപ്പിച്ചു. എന്താണ് നിയമം? 10 മക്കളുള്ള ഒരാൾ അദ്ദേഹത്തെ പട്ടാപ്പകൽ റോട്ടിന്റെ മേലെ നിന്ന് ഒരു അക്രമി കുത്തിക്കൊന്നു കളഞ്ഞു. ആ കൊല്ലുന്നത് പലരും കണ്ടു, കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ മക്കളും കണ്ടു. അങ്ങനത്തെ കാലഘട്ടമാണല്ലോ. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപന ക്ലാസ്സിൽ കയറി കൊല്ലുന്ന കാലം, ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബസ്സിൽ നിന്ന് കൊല്ലുന്ന കാലം, മക്കളും ഭാര്യമാരും ഒക്കെ ഒത്തൊരുമിച്ച് പോകുമ്പോൾ തടുത്തു നിർത്തി വെട്ടിക്കൊല്ലുന്ന കാലം. അങ്ങനെയുള്ള ഭീകരവാദികളുടെ കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. തടുക്കാൻ സാധിച്ചില്ല, കൊല്ലപ്പെട്ടുപോയി. എന്നാ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം എന്താ? ഫത്ഹുൽ മുഈൻ പറഞ്ഞ നിയമം എന്താ? ഫത്ഹുൽ മുഈൻ പറഞ്ഞു, അദ്ദേഹത്തെ കൊന്ന മനുഷ്യനെ ആ കൊല കോടതിയുടെ മുമ്പിൽ തെളിയിക്കപ്പെട്ടതിന് ശേഷം ഇല്ലാ ബിഇദ്നിൽ ഇമാമി ഔ നാഇബിഹി, ഒരിക്കലും തന്നെ ഭരണാധികാരിയുടെ മുന്നിൽ ഹാജരാക്കി ഭരണാധികാരി അനുമതി കൊടുക്കാതെ അദ്ദേഹത്തെ പകരം കൊല്ലാൻ സ്വന്തം മക്കൾക്ക് അധികാരമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാമിൽ തീവ്രവാദമുണ്ട്, ഇസ്ലാമിൽ ഭീകരവാദമുണ്ട്. ഈ കൊല്ലുന്നത് നേരിൽ കണ്ടതാണെങ്കിൽ പോലും വ്യക്തികൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ലാ യസ്തഹിഖുൽ ഖവദ, അതേ ലാ യസ്തഖില്ലു, ഒരിക്കലും തന്നെ അവകാശികൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അവർ കോടതിയിൽ കേസ് കൊടുത്ത് തെളിയിച്ച് കോടതി മുഖേന അനുമതി വാങ്ങാതെ
ആ മനുഷ്യനെ കൊല്ലാൻ പാടില്ല. ഇല്ലാ ബിഇദ്നിൽ ഇമാമി ഔ നാഇബിഹി. ഇപ്പൊ നമ്മളെ രാജ്യത്ത് നിങ്ങൾ നോക്കി, എന്തൊക്കെ തീവ്രവാദങ്ങൾ ഏത് പാർട്ടിയുടെ പേരിലാണെങ്കിലും ഏത് സമുദായത്തിന്റെ പേരിലാണെങ്കിലും ഒക്കെ നിയമം കയ്യിലെടുക്കുകയല്ലേ ചെയ്യുന്നത്. ഫത്വയിൽ പോയത് പാടില്ല എന്നല്ലേ പറഞ്ഞു. ഇനി നിങ്ങൾ കണ്ടോ, 10 മക്കളുണ്ട്. ഇസ്ലാമിന്റെ ഒരു നീതി ഞാൻ പറയാൻ പോകും. അങ്ങനെ ബാപ്പാനെ കൊന്ന വകയിൽ ആ ബാപ്പാനെ കൊന്ന മനുഷ്യനെ കൊല്ലാൻ കോടതി വിധിച്ചു. 10 മക്കളെ കൂട്ടത്തിൽ ഒരാൾ പറയുന്നു, എന്റെ ബാപ്പാനെ കൊന്നാളെ എന്റെ കൈകൊണ്ട് കൊല്ലണം. മറ്റേ മാമൻ പറഞ്ഞ ആ പറ്റൂല, എന്റെ ബാപ്പയാണ്, അവിടെ എനിക്ക് കൊല്ലണം. ഇങ്ങനെ 10 ആള് തർക്കായാൽ എന്താ ചെയ്യാം? എന്റെ ബാപ്പാനെ കൊന്നൻ എന്റെ കൈകൊണ്ട് കൊല്ലണം എന്ന് അയാൾ പറയാൻ. അങ്ങനെ 10 ആളും പറയാൻ. എന്നാ ഇസ്ലാമിന്റെ കോടതി എന്താ വിധിക്കുക? ഇസ്ലാമിന്റെ കോടതി 10 ആൾ കൂടി കൊന്നോളൂ എന്നല്ല പറയാം. പിന്നെ നിങ്ങൾക്കിടയിൽ നറുക്കെടുപ്പ് നടത്തിയിട്ട് നറുക്ക് വരുന്ന ആൾ കൊന്നോളൂ എന്ന് പറയും. അവിടെ നറുക്കെടുപ്പ് നടത്തും. കാരണം നീതിയാണ്, എല്ലാരെയും ബാപ്പിയാണ്. അതുകൊണ്ട് നറുക്കെടുപ്പ് നടത്തിയിട്ട് ഒരാളെ ഏൽപ്പിക്കും. ഇസ്ലാമിന്റെ നിയമം. ഇനി 10 ആള്, ഞാനൊരു ചെറിയ സാമ്പിൾ പറയാം. ഫത്വയിൽ മേലുള്ള മസല പറയാം. 10 മക്കളുണ്ട്. 9 മക്കളും പറഞ്ഞു ഞങ്ങളെ വാപ്പാനെ കൊന്നാളെ കൊല്ലണം. ഒരു മകൻ പറഞ്ഞു കോടതിയോട് കൊല്ലണ്ട, നഷ്ടപരിഹാരം വാങ്ങിയാൽ മതി. കാരണം അയാൾ ചിന്തിച്ചത് എന്റെ ബാപ്പ ഏതായാലും മരിച്ചു, ഞങ്ങൾ ബാപ്പയില്ലാതെ മക്കളായി. ഇനി ഇയാളെ കൊന്നാൽ ഇയാൾക്കൊരു 10 മക്കളുണ്ട്, അമ്മക്കൊക്കെ ബാപ്പയില്ലാണ്. പിന്നെയോ അയാളെ കുടുംബം പട്ടിണിയാണ്. അതുകൊണ്ട് നമുക്ക് എന്താ കാര്യം, ബാപ്പ തിരിച്ചു വരികയില്ല. അതുകൊണ്ട് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നു പകരം കൊല്ലണ്ട, നഷ്ടപരിഹാരം തന്നാൽ മതി. എന്നാ ഇസ്ലാമിന്റെ നിയമം അയാളെ പകരം കൊല്ലാൻ പറ്റൂല. കാരണം ഒരാൾ വിട്ടുവീഴ്ച ചെയ്തു പോയി, ഇനി പകരം കൊല്ലാൻ പറ്റൂല, നഷ്ടപരിഹാരം വാങ്ങാനേ പറ്റൂ. ഈ രൂപത്തിൽ ഏത് വിഷയം വന്നാൽ ഏറ്റവും വലിയ നീതി കാണിക്കുന്ന നിയമങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ എവിടെ നോക്കിയാലും ഏത് വിഷയത്തിൽ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം, അവിടെ പൂർണ്ണ നീതി. ഒരിക്കലും ഭാര്യയെ പീഡിപ്പിക്കാൻ പറ്റൂല, ഒരിക്കലും ഭർത്താവിനെ വഞ്ചിക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഈ അടുത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ തീരെ അനുസരിക്കുന്നില്ല. ഭാര്യ ഭയങ്കര തഖ്വ പ്രകടിപ്പിക്കുക, ഭർത്താവിന് തഖ്വ പോരാന്നാ അവളെ കംപ്ലൈന്റ്. തഖ്വ പ്രകടിപ്പിക്കുക, ഭർത്താവ് പറയുന്ന ഒന്നും അവൾ അനുസരിക്കാൻ തയ്യാറില്ല. അവള് ഭർത്താവിന്റെ സമ്മതമില്ലാതെ കാറ് പലർക്കും ഓടിക്കാൻ കൊടുക്കുക, ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഇവൾ ഇറങ്ങിപ്പോവുക, ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ആളോട് സംസാരിക്കുക, ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ആൾക്ക് ഫോൺ ചെയ്യുക, ഭർത്താവ് ഇഷ്ടപ്പെടാത്ത പലരോടും സംസാരിക്കുക. ദുരുദ്ദേശമൊന്നുമില്ല, സതുദ്ദേശമായിരിക്കാം. എന്നാൽ തന്നെയും ചെയ്യുന്നത് മുഴുവനും ഹറാമല്ലേ ആ പെണ്ണ്. എന്റെ സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാക്ക്, അതേ അയ്യും അംറാത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദ് ദഖലത്തിൽ ജന്ന. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച പെണ്ണ് സ്വർഗത്തിൽ കടന്നുപോയി. ബാപ്പാന്റെ പൊരുത്തം മാത്രം പോരാ, ഉമ്മാന്റെ പൊരുത്തം മാത്രം പോരാ, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം പോരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം മാത്രം പോരാ, അല്ലാഹുവിന്റെ പൊരുത്തം വേണം, അവന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പൊരുത്തം വേണം, മഹാന്മാരെ പൊരുത്തം വേണം, ഉമ്മ ബാപ്പമാരെ പൊരുത്തം വേണം, ഭർത്താവിന്റെ പൊരുത്തം വേണം. അങ്ങനെ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച പെണ്ണ് സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവനയാണ്. എന്നാൽ സുഹൃത്തുക്കളെ, സ്വന്തം ഭാര്യമാരെ തല്ലുന്ന ചിലരില്ലേ, സ്വന്തം ഭാര്യമാരെ ചീത്ത പറയുന്നവരില്ലേ, ചെറിയ കാരണത്തിന് വേണ്ടി, ചെറിയ വിഷയത്തിന് വേണ്ടി ആ പാവപ്പെട്ട പെണ്ണിനെ കൊണ്ട് കരയിപ്പിക്കുന്നവരില്ലേ, മനസ്സ് വേദനിപ്പിക്കുന്നവരില്ലേ, ഭാര്യന്റെ ഉമ്മനെ പറയുന്നവരില്ലേ, ഭാര്യന്റെ ബാപ്പനെ പറയുന്നവരില്ലേ, ഭാര്യന്റെ മനസ്സ് വേദനിക്കുന്ന സംസാരങ്ങൾ നടത്തി പാവപ്പെട്ട ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ച് നോക്കി രസിക്കുന്ന ചില ചെറുപ്പക്കാരില്ലേ. മോനെ, നിന്നെ വിചാരണ ചെയ്യുന്നൊരു സമയം വരാനുണ്ട്. നിനക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ട റബ്ബിൽ നിന്ന് നിനക്ക് വിട്ടുവീഴ്ച കിട്ടണോ എങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ. നിന്റെ ഭാര്യയിൽ നീ വിവേകശൂന്യമായ പ്രവർത്തനം നടന്നെങ്കിൽ
നിന്റെ കുടുംബത്തിൽ നിന്നോട് മോശമായ നിലക്ക് പെരുമാറിയെങ്കിൽ, അല്ലെങ്കിൽ മോശമായ നിലക്കുള്ള സംസാരം നടന്നെങ്കിൽ, നീ അത് പൊരുത്തപ്പെട്ട് വിട്ടുവീഴ്ച ചെയ്താൽ നിന്റെ ജീവിതത്തിൽ വന്ന അപാകതകൾ അല്ലാഹു നിനക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ അത് കാരണമല്ലേ? അതേ സമയത്ത് അതാ നീതി ലഭിക്കേണ്ട ഭർത്താക്കന്മാരിൽ നിന്ന് അനീതി മാത്രം ലഭിച്ച് വേദനിക്കുന്ന എത്ര സ്ത്രീകളുണ്ട്. ഞാൻ ചെറിയ സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നതിന് പകരം നിന്ദിക്കുന്ന എത്ര ആളുകളുണ്ട്. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയുന്നവരില്ലേ? നിഷ്കളങ്കരായ ആളുകളെ അതാ അനാവശ്യമായി അവരെ നിസ്സാരപ്പെടുത്തുന്നവരില്ലേ? ചോദിക്കട്ടെ, നമ്മുടെ നാവ്, നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ കയ്യ്, നമ്മുടെ കാല്, നമ്മുടെ മനസ്സ്, നമ്മുടെ എല്ലാ യജമാനായ റബ്ബിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ ആ റബ്ബ് ഓരോന്നിനെ കുറിച്ചും ചോദ്യം ചെയ്യുന്നൊരു സന്ദർഭം ഓരോ മനുഷ്യനും വരാനില്ലേ? അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം. ആ ദിവസത്തിൽ രക്ഷപ്പെടാൻ എന്താണ് വേണ്ടത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം സ്വീകരിക്കലാണ്. നമ്മുടെ മുൻഗാമികളായ മഹാന്മാരെ ഉപദേശം സ്വീകരിക്കലാണ്. ആ നിലക്ക് അല്ലാഹു നിർബന്ധമാക്കിയ നിസ്കാരം അതൊരിക്കലും ഖളായി പോകാതെ കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. കഴിവുള്ളവന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്, നോമ്പെടുക്കേണ്ടതുണ്ട്, ഹജ്ജ് ചെയ്യേണ്ടതുണ്ട്, ഉംറ ചെയ്യേണ്ടതുണ്ട്, കുടുംബബന്ധം ചേർക്കേണ്ടതുണ്ട്, അയൽവാസികൾക്ക് നന്മ ചെയ്യേണ്ടതുണ്ട്, പ്രായമുള്ളവരെ ആദരിക്കേണ്ടതുണ്ട്, ഉമ്മയെയും ബാപ്പയെയും ഉപ്പാപ്പയെയും ഉമ്മാമയെയും ബാപ്പന്റെ കുടുംബത്തെയും ഉമ്മയുടെ കുടുംബത്തെയും പരിഗണിക്കേണ്ടതുണ്ട്. കുടുംബബന്ധം മുറിക്കുന്നവന് ദുആക്ക് ഇജാബത്തില്ല, അവന്റെ പാപങ്ങളല്ല പൊറുക്കുന്നില്ല, അവന്റെ അമലുകളല്ല സ്വീകരിക്കുന്നില്ല. അത് റജബ് 27 ആണെങ്കിലും ശരി, ശഅബാൻ 15 ആണെങ്കിലും ശരി, അല്ല ലൈലത്തുൽ ഖദ്ർ തന്നെയാണെങ്കിലും ശരി, കുടുംബബന്ധം മുറിക്കുന്നവന്റെ ദുആക്ക് ഇജാബത്തില്ല, അവന്റെ അമല് സ്വീകരിക്കപ്പെടുന്നില്ല. പലപ്പോഴും സംഘടനാ പ്രവർത്തകന്മാരായി ദീനിന്റെ ഖാദിമീങ്ങളായി രംഗത്ത് വരുന്നവർ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി സുബ്ഹാനല്ലാഹ് പരസ്പരം വൈരാഗ്യം വെക്കുന്നവരില്ലേ, പരസ്പരം വിദ്വേഷം വെക്കുന്നവരില്ലേ, പരസ്പരം എതിർക്കുന്നവരില്ലേ, കിട്ടുന്ന സമയത്തൊക്കെ ഒരാള് മറ്റൊരാളെ കുറ്റം പറയുന്നവരില്ലേ, എപ്പോഴും ഒരാള് മറ്റൊരാളെ ആക്ഷേപിക്കുന്നവരില്ലേ, എപ്പോഴും മറ്റുള്ളവനെ അവഗണിക്കണമെന്ന് തോന്നുന്നവരില്ലേ, എന്നെ പരിഗണിക്കണമെന്ന് തോന്നുന്നവരില്ലേ, ഞാനൊരു പരിഗണിക്കപ്പെടേണ്ടവനാണെന്ന ചിന്ത വരാറില്ലേ, അവൻ അവഗണിക്കപ്പെടേണ്ടവനാണെന്ന തോന്നലുണ്ടാകാറില്ലേ? വാസ്തവത്തിൽ ആരാണ് റബ്ബിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നവൻ, ആരാണ് റബ്ബിന്റെ അടുക്കൽ അവഗണിക്കപ്പെടുന്നവൻ? ഒന്നും അറിയാതെ മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തുന്നവരില്ലേ? ഈ ഒരു ചിന്ത മനുഷ്യന്റെ മുഴുവൻ നന്മകളെയും നശിപ്പിക്കുന്ന ചിന്തയാണ് എന്ന് മാത്രമല്ല, നീ ലക്ഷക്കണക്കിന് ഉറുപ്പിക സംഭാവന കൊടുത്താലും, നീ 24 മണിക്കൂറും പോസ്റ്ററും നോട്ടീസും എടുത്തൊട്ടിക്കാൻ നടന്നാലും സ്വീകരിക്കപ്പെടൂല. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അല്ലാഹു അമല് സ്വീകരിക്കുകയുള്ളൂ. തഖ്വയുടെ ഉറവിടം എവിടെയാണ് ചെറുപ്പക്കാരെ? അതെ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. ഭക്തി ഇവിടെയാണ്, ഭക്തി ഇവിടെയാണ്, ഭക്തി ഇവിടെയാണ്. അഥവാ മനുഷ്യന്റെ മനസ്സ് ഭക്തിയുള്ളതാകണം. മനുഷ്യന്റെ മനസ്സ് ഭക്തിയില്ലാതെ ബാഹ്യമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അല്ലാഹു ഖബൂൽ ചെയ്യൂല. അതുകൊണ്ട് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു മുഅ്മിനായ മനുഷ്യനും മറ്റൊരു മുഅ്മിനായ മനുഷ്യനും തമ്മിൽ മിണ്ടാതിരുന്നാൽ 3 ദിവസത്തിലധികം മിണ്ടാതിരുന്നാൽ
ചെയ്യാതിരുന്നാൽ ആ മനുഷ്യന്റെ ഒരു സൽക്കർമ്മവും അല്ലാഹ് ഖബൂൽ ചെയ്യൂല. മലക്കുകളോട് അല്ലാഹു പറയും, അവരുടെ അമലുകൾ പെൻഡിങ്ങിൽ വെക്കൂ. ഹത്താ യസ്തലിഹാ, അവർ രണ്ടാളും ഒന്ന് പരസ്പരം സലാം പറഞ്ഞ് പരസ്പരം പൊരുത്തപ്പെട്ട് നന്നാകട്ടെ. അത് നന്നാകാത്ത കാലത്തോളം ഇതാ അവരെ അമല് സ്വീകരിക്കണ്ട. പേരോടിന്റെ വകയിൽ പറഞ്ഞതല്ല. നിങ്ങളും അവനും തമ്മിൽ ഒരു ചെറിയ തെറ്റില്ലേ, ഒന്ന് സലാം ചൊല്ലി നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോ അവൻ എന്നോട് ചെയ്ത തെറ്റെനിക്ക് മറക്കാൻ കഴിയൂല, ഞാനതൊരിക്കലും പൊരുത്തപ്പെടൂല. അവനോട് ഞാൻ സലാം പറയൂല, അവൻ സലാം ചൊല്ലിയാ ഞാൻ മടക്കൂല. ഞാനും അവനും ഒരു സ്റ്റേജിൽ ഇരിക്കൂല, ഒരു സദസ്സിൽ പങ്കെടുക്കൂല, ഞാനും അവനും കൂടി ഒരു സംഘടനയിൽ ഉണ്ടാകൂല. ഇങ്ങനെ ചിന്തിക്കുന്ന മനസ്സുകളില്ലേ, അതൊന്നും തഖ്വയുള്ള മനസ്സുകളല്ല, ശൈത്താന് സ്വാധീനം ചെലുത്തിയ മനസ്സുകളാണ്, ഇബ്ലീസ് മുട്ടയിട്ട മനസ്സുകളാണ്. ആ മനസ്സുകളൊക്കെയും കഴുകി വൃത്തിയാക്കി സാലിഹീങ്ങളുടെ ചിന്താഗതിയിലേക്ക്, ഔലിയാക്കളുടെ നയപരിപാടികളിലേക്ക് മനുഷ്യൻ നീങ്ങാൻ ഒരുക്കമുണ്ടെങ്കിലല്ലാതെ മനുഷ്യന് ആത്മീയ പുരോഗതി ഇല്ലാകട്ടോ. സുഹൃത്തുക്കളെ, കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു? ആത്മീയ ചിന്തയുള്ള, ആത്മീയ ബോധമുള്ള ഒരു നേതാവാണ്. ആ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനെ മറ്റൊരാൾ ഇരുന്ന് കുറ്റം പറയുന്ന ഒരനുഭവമുണ്ടായി. അദ്ദേഹം കുറ്റം പറഞ്ഞതൊക്കെയും മറ്റൊരാൾ എന്ന മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുകൊടുത്തു. നിങ്ങളെ ഇന്ന ഒരാൾ കുറെ ചീത്ത പറയുന്നുണ്ട്, കുറ്റം പറയുന്നുണ്ട്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തോട് വൈരാഗ്യം തോന്നിയില്ല, വിദ്വേഷം തോന്നിയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശമല്ലേ, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ ലൈസ ഫീ ഖൽബിക ഖിശ്ശുൽ ലിഅഹദിൻ ഫഫഅൽ. മോനെ അനസേ, ഒരാളോടും വിദ്വേഷമില്ലാതെ, ഒരാളോടും വൈരാഗ്യമില്ലാതെ, ഒരാളോടും വെറുപ്പില്ലാതെ, എത്ര തന്നെ നിന്നെ ചീത്ത പറഞ്ഞാലും അവഗണിച്ചാലും അവമതിച്ചാലും കല്ലെറിഞ്ഞാലും മനസ്സിന് വിദ്വേഷമില്ലാതെ, പകയില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ജീവിച്ചോ അനസേ. കാരണം അതെ, അങ്ങനെ ജീവിക്കുക എന്നത് മിൻ സുന്നത്തി, എന്റെ നടപടികളിൽ പെട്ടതാണ്. മൻ അഹ്യാ സുന്നത്തി, എന്റെ നടപടി വല്ലവനും സജീവമാക്കിയാൽ ഫഖദ് അഹബ്ബനി, അവനെന്നെ സ്നേഹിച്ചവനാണ്. വമൻ അഹബ്ബനി, എന്നെ വല്ലവനും സ്നേഹിച്ചാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ കടക്കണമെന്ന ചിന്തയിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന പ്രവർത്തകന്മാരെ, സ്വർഗത്തിൽ കടക്കണമെന്ന ചിന്തയിൽ അശ്അരിയയുടെ മുറ്റത്തെത്തിയ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഭാര്യമാരോട്, ഭർത്താക്കന്മാരോട്, സന്താനങ്ങളോട്, ഉമ്മവാപ്പയോട്, എട്ടാനുജന്മാരോട്, പെങ്ങന്മാരോട്, അയൽവാസികളോട്, കുടുംബങ്ങളോട്, സഹപ്രവർത്തകരോട്, ഒരേ കമ്മിറ്റിയിലുള്ളവരോട്, ഒരേ സംഘടനയിലുള്ളവരോട്, ഒരേ ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരോട് മനസ്സിന്റെ ഉള്ളിൽ വൈരാഗ്യം ശൈത്താനിട്ട് തരുമ്പോ ലോകത്തിന്റെ മുഴുവനും നേതാവായ സർവ്വജനങ്ങളെയും സംസ്കരിക്കാൻ വന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഉപദേശം ഖൽബിൽ ഓർമ്മ വേണേ. മോനെ അനസേ, ഒരാളോടും വിദ്വേഷമില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയുമോ? അങ്ങനെ ജീവിച്ചോ അനസേ, അതെന്റെ ചര്യയിൽപ്പെട്ടതാണ്. എന്റെ ചര്യ വല്ലവനും സജീവമാക്കിയാൽ അവൻ എന്നെ സ്നേഹിച്ചവനാണ്. എന്നെ വല്ലവനും സ്നേഹിച്ചാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്.
നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പ്രസ്താവന മനസ്സിൽ നല്ല ഓർമ്മയുള്ള മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു വലിയ ആത്മീയ നേതാവാണ്. ധാരാളം മുരീദന്മാരുണ്ട്, ശിഷ്യന്മാരുണ്ട്, ധാരാളം ആളുകൾ ഇൽമു പഠിക്കുന്നുണ്ട്. ഉന്നത നേതാവാണ്. അലി ഇബ്നു അബീ താലിബിനെ പോലുള്ള മഹാന്മാരുടെ ശിഷ്യനാണ്. സൂഫിയാക്കളെ നേതാവാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങളെ ഇന്ന ഒരാൾ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ എന്തു ചെയ്തു? ഒരു കൊട്ടയിങ്ങോട്ട്, ഒരു കൊട്ട ഇങ്ങോട്ടെടുത്തു. ആ കൊട്ട നിറയെ ഈത്തപ്പഴം നിറച്ചു. ആ കൊട്ടയെടുത്ത് തലയിൽ വെച്ചു. നേരെ കുറ്റം പറയുന്നവന്റെ വീട്ടിലേക്ക് അങ്ങ് പോയി. ആ കൊട്ട നിറയെ ഈത്തപ്പഴം കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ആഖിറത്തിലേക്ക് നീ സമ്പാദിച്ചു വെച്ച പലതും എനിക്ക് ഹദിയ ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ദുനിയാവിലേക്ക് സമ്പാദിച്ചു വെച്ച ഒരു ഹദിയ നിനക്ക് പകരം തരാനാണ് ഞാൻ വന്നത്. ഈത്തപ്പഴം കൊടുത്തു. ആർക്ക്? കുറ്റം പറഞ്ഞാൽക്കു. നമ്മളോ മരിക്കുന്നവരെ മിണ്ടൂല, മരിക്കുന്നവരെ സലാം പറയൂല, അവനുള്ള ബൈക്ക് ഞാൻ പോവൂല, അവൻ കയറുന്ന സ്റ്റേജുമ്പോ തന്നെ ഞാൻ കയറൂല. ഇങ്ങനെയല്ല ആത്മീയമായ പ്രവർത്തനം. ആത്മീയമായ പുരോഗതിയുള്ള ഒരു മനുഷ്യന് ആരോടും വൈരാഗ്യം ഉണ്ടാവില്ല. അവന് മനസ്സിന് വിഷമമുണ്ടാവും, വിദ്വേഷം ഉണ്ടാവും, വെറുപ്പുണ്ടാവും. ആരോടും? അമ്പിയാക്കളെ കുറ്റം പറയുന്നവനോട്, ഔലിയാക്കളെ നിസാരപ്പെടുത്തുന്നവനോട്, അതുപോലെ ദീൻ പിച്ചി ചീന്തുന്നവനോട്, അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നവനോട്, ദീൻ നശിപ്പിക്കുന്നവനോട് അവന്റെ മനസ്സിൽ അങ്ങേയറ്റത്തെ വെറുപ്പുണ്ടാവും. എന്തുകൊണ്ട്? അവൻ അള്ളാഹുവിന്റെ ശത്രുവാണ്. പല ആളുകളും ടെലിഫോൺ ചെയ്തിട്ട് പറയും, ഉസ്താദേ ഉടനെ ഒരു പരിപാടി കണ്ടാൽ നിങ്ങളെ വല്ലാതെ ചീത്ത പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ ക്ലിപ്പ് കുറെ കേൾപ്പിച്ചിരിക്കുന്നു. നമ്മളെ ചീത്ത പറഞ്ഞാൽ നമുക്കെന്താ? അൽഹംദുലില്ലാഹ് ഖൈർ എന്നല്ലാതെ. നേരെ മറിച്ച് അതാ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ നിസാരപ്പെടുത്തിയിരിക്കുന്നു. ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ കാഫിറാക്കിയിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ സാധാരണ മനുഷ്യനായി ചിത്രീകരിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ അനുയോജ്യമല്ലാത്തത് പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ ദീനിനെതിരായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അവിടെയാണ് നമുക്ക് വികാരം ഉണ്ടാകേണ്ടത്. അവിടെയാണ് നമുക്ക് മനസ്സിന് പ്രയാസം ഉണ്ടാകേണ്ടത്. എന്നെ കുറെ പറഞ്ഞു എന്നാണ് നമുക്കെന്താണ്? കുറെ പറഞ്ഞുകൊണ്ട് നമുക്കെന്താ? നമുക്കതുകൊണ്ട് എന്തെങ്കിലും ഉരുണ്ടു പോവോ? അള്ളാഹു നിശ്ചയിക്കാത്തത് ആരെങ്കിലും വാങ്ങിത്തരുമോ? അള്ളാഹു നിശ്ചയിച്ചത് തടഞ്ഞു വെക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇതില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് ആരോടും വ്യക്തിപരമായ വിദ്വേഷത്തിന് അവകാശമില്ല. ആര് എത്ര പുകഴ്ത്തി പറഞ്ഞാലും അവന്റെ മനസ്സിൽ അതുകൊണ്ട് സന്തോഷം വരൂല. കാരണം പുകഴ്ത്തുന്നതിനനുസരിച്ച് അല്ലാഹുവേ അത്ര യോഗ്യത എനിക്കില്ലല്ലോ, അതിന്റെ പേരിൽ നീ എന്നെ ശിക്ഷിക്കരുതേ എന്ന ചിന്തയാണ് അവന്റെ മനസ്സിൽ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നടന്നിങ്ങനെ പോകുന്നു. ചിലരൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു, അതാ പോകുന്നു ഇമാം അബൂ ഹനീഫ. രാത്രി മുഴുവനും എഴുന്നേറ്റ് നിസ്കരിക്കുന്ന വ്യക്തിയാണ്. സുബ്ഹാനല്ലാഹ്. അബൂ ഹനീഫ തങ്ങൾ മനസ്സ് വേദനിക്കുന്നു. അല്ലാ നീ എന്നെ ശിക്ഷിക്കരുതേ. ജനങ്ങൾ എന്നെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് ഞാൻ രാത്രി മുഴുവനും എഴുന്നേറ്റ് നിസ്കരിക്കുന്നുവെന്നാണ്. ഞാൻ രാത്രി മുഴുവനും എഴുന്നേറ്റ് നിസ്കരിക്കാറില്ല. ഫർള് നിസ്കാരത്തിന്റെ പുറമെ രാത്രിയുടെ പകുതി ഭാഗം മുഴുവനും ഞാൻ നിസ്കരിക്കാറുണ്ട്. അതിന്റെ ബാക്കി സമയം ഞാൻ വിശ്രമിക്കാറുണ്ട്. ഞാൻ തീരെ വിശ്രമിക്കാതെ രാത്രി മുഴുവനും എഴുന്നേറ്റ് നിസ്കരിക്കുന്ന വ്യക്തിയാണെന്ന് എന്നെപ്പറ്റി ചിലരതാ പുകഴ്ത്തി പറയുന്നു. അതിന്റെ പേരിൽ നീ എന്നെ ശിക്ഷിക്കരുതേ അല്ലാഹ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പടച്ചവനോട് മാപ്പ് ചോദിക്കുന്നു. നമ്മളെ മനസ്സോ നമ്മുടെ ആത്മീയ ചിന്തയോ സുബ്ഹാനല്ലാഹ് സ്വാഗതം പറയുമ്പോൾ ഒന്ന് വിട്ടുപോയാൽ, സുബ്ഹാനല്ലാഹ് പറയുന്ന സമയത്ത് ശൈഖുനാന്നോ മൗലാനാന്നോ അല്ലെങ്കിൽ അതാ ഉസ്താദ് എന്നോ അല്ലെങ്കിൽ ശൈഖ് എന്നോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടാന്നോ കൂട്ടിപ്പറയാതെ വെറും ഒരു പേരൊരാളെ നാവ് കൊണ്ടങ്ങ് പറഞ്ഞു പോയാൽ അപ്പോഴേക്ക് മുഖം കറുത്തുപോയില്ലേ? ഞാൻ പങ്കെടുത്ത യോഗത്തിൽ പിറ്റന്നത്തെ റിപ്പോർട്ടിൽ എന്റെ പേര് കണ്ടില്ലെങ്കിൽ അടുത്ത യോഗത്തിന് ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചില്ലേ? സ്വാഗതം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
പോയില്ലെങ്കിൽ ഇറങ്ങിപ്പോയില്ലേ, നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത യോഗത്തിൽ സെക്രട്ടറിയെ മാറ്റണമെന്ന അഭിപ്രായം വന്നില്ലേ. ഈ രൂപത്തിൽ ദുന്യാവിന്റെ ചിന്തകളുമായുള്ള പ്രവർത്തനം ആത്മീയ പ്രവർത്തനമല്ല, ആത്മീയ ചിന്തയല്ല. അത്തരം പ്രവർത്തനം നടത്തുന്നതിന്റെ പേരിൽ സ്വർഗം കണി കാണേണ്ടതില്ല. തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. സ്വർഗമാകുന്ന വീട് നബിയെ നമ്മൾ തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ളത് ആർക്കാണ്? ഉന്നത സ്ഥാനമാനം ചിന്തിക്കാതെ, ദുന്യാവിലുള്ള സ്ഥാനമാനം ചിന്തിക്കാതെ, ഒരു ഫസാദും ഒരു നാശവും ഉണ്ടാക്കാതെ, ഒരു ഫസാദും പറയാതെ, ഒരു ഫസാദും ചെയ്യാതെ, നന്മ മാത്രം ലക്ഷ്യം വെച്ച് ദീനിന്റെ ഖിദ്മത്തെടുക്കുന്നവനും നന്മയിലായി ജീവിക്കുകയും ചെയ്യുന്ന ഭക്തിയുള്ള മനുഷ്യനുള്ളതാണ് സ്വർഗലോകം. ഈ ചിന്ത നമ്മളെ ഖൽബിൽ എപ്പോഴും സൂക്ഷിക്കണേ മുഅ്മിനീങ്ങളെ. ആ ഒരു ചിന്ത പാവപ്പെട്ട എന്റെ മനസ്സിൽ എന്നും നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആത്മീയമായ ചിന്തകളുള്ള മഹാന്മാരെ പിന്തുടർന്ന് ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മനസ്സിൽ ഒരിക്കലും തന്നെ അഹങ്കാരത്തിന്റെ ചിന്ത വന്നുകൂടരുത്, ഒരിക്കലും തന്നെ അസൂയയുടെ മനസ്സ് വന്നു ചേരരുത്, ഒരിക്കലും തന്നെ വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും വക്താവാകരുത്. അതേപോലെ തന്നെ ഏത് മനുഷ്യനും വിട്ടുവീഴ്ച ചെയ്യാനുള്ളൊരു വിശാലമായ മനസ്സ്, ആരെയും തെറ്റിദ്ധരിക്കാതിരിക്കാനുള്ളൊരു വിശാലമായ മനസ്സ്. നമ്മുടെ നാവ് കൊണ്ടൊരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു മരം നട്ടില്ലേ, ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ അതാ അത് ആകാശലോകങ്ങൾ നിറക്കുന്ന, മീസാന് നിറക്കുന്ന അമലായില്ലേ. അല്ലാഹു അക്ബർ പറഞ്ഞാൽ നമുക്കത് വലിയ പ്രതിഫലമായില്ലേ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ചുരുങ്ങിയത് 10 റഹ്മത്ത് നമുക്ക് ലഭിച്ചില്ലേ. ഈ നാവ് കൊണ്ട് നമ്മൾ എന്തിന് മറ്റുള്ളവന്റെ കുറ്റവും കുറവും പറയണം? എന്തിന് ഗീബത്ത് പറയണം? എന്തിന് നമീമത്ത് പറയണം? എന്തിന് ഫസാദ് പറയണം? എന്തിന് മറ്റൊരാളെ കുറ്റം പറയണം? വേണ്ട വേണ്ട. ഒരു ദിവസം പരിശുദ്ധ ഖുർആനിൽ എത്ര പേജ് ഓതാൻ കഴിയും? ഒരു ദിവസം എത്ര സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ കഴിയും? ഒരു ദിവസം എത്ര സലാത്ത് വർദ്ധിപ്പിക്കാൻ കഴിയും? ഒരു ദിവസം എത്ര ഇൽമു പഠിക്കാൻ കഴിയും? പഠിച്ച ഇൽമ് എത്ര ഇഖ്ലാസോടെ പറയാൻ കഴിയും? ആ ഇൽമിന് വേണ്ടി എന്ത് സേവനം ചെയ്യാൻ കഴിയും? എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ദുന്യാവ് മുഴുവൻ വിദ്യാർത്ഥികളെയും പിടികൂടുന്നൊരു കാലഘട്ടമാണിത്. ഓ മുതഅല്ലിമീങ്ങളെ, നിങ്ങൾ ഓർക്കണം, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക്. ഇന്ന് രാവിലെ സിറാജുൽ ഹുദയിലെ ദഅവാ കോളേജിലെ കുട്ടികളെ ഇരുത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇമാം നവവിയുടെ ഒരു വാക്ക്, ഇൽം അന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാഅത്ത് വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. ഉറപ്പിച്ചു വെക്കണം മുതഅല്ലിമീങ്ങൾ, ഉറപ്പിച്ചു വെക്കണം മുഅ്മിനീങ്ങൾ. ഇൽം അറിയണം, ഉറപ്പിക്കണം. എന്താണ് തന്നെ ഇസ്തിഖാല ബിൽ ഇൽം? ഇൽമുമായി ജോലിയാകൽ മിൻ അഫ്ളലി ത്വാഅത്ത്, അല്ലാഹുവിന് ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതിൽപ്പെട്ടതാണ്. വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്, സമയം ചെലവഴിക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടതാണത് ഇൽമു കൊണ്ട് ജോലിയാകാം. സമയം എന്നത് നമുക്കറിയാം, 10,000 കോടി ഉറുപ്പിക കൊടുക്കാമെന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് സമയം വിലക്ക് വാങ്ങാൻ കഴിയില്ല. അല്ലാഹു തആല നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും ഏറ്റിത്തരുമാറാകട്ടെ. ഖൈറുക്കും മൻ താല ഉംറുഹു വഹസന അമലുഹു, നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമന്മാർ മൻ താല ഉംറുഹു വഹസന അമലുഹു, ദീർഘായുസ് ലഭിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് ലഭിക്കുകയും ചെയ്തവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഡ്യൂട്ടി ടൈം കൂടുതൽ ലഭിച്ച് ഡ്യൂട്ടി നടത്തുന്ന ആളുകൾക്ക് അതിന്റെ പാരിതോഷികങ്ങളും ഫലങ്ങളും ലഭിക്കുമെന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ എപ്പോഴും ദീർഘായുസ് ചോദിച്ചു വാങ്ങേണ്ട ഒരു വിഷയമാണ്. സൽക്കർമ്മത്തോടുകൂടിയുള്ള ദീർഘായുസായിരിക്കണം, ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസായിരിക്കണം. അല്ലാഹു തആല നമുക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും അത് നൽകുമാറാകട്ടെ. എന്റെ ചെറുപ്പക്കാരെ, ജോലിയെടുക്കണം.
ജോലിയെടുക്കുന്നത് തെറ്റല്ല. ആത്മീയ ചിന്തയുള്ളത് കൊണ്ട് ജോലിയെടുത്തുകൂടുന്നില്ല, വെറുതെ നടക്കാൻ പാടില്ല. തൊഴിലെടുക്കണം. തൊഴിലെടുത്തുണ്ടാകുന്ന ഭക്ഷണം, തൊഴിലെടുത്ത് കഴിക്കുന്ന ഭക്ഷണം അത് ഏറ്റവും നല്ല ഭക്ഷണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തൊഴിലെടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നിങ്ങളെ നിയ്യത്ത് നന്നാക്കുക. എന്റെ ബാപ്പയ്ക്ക് എന്റെ ഉമ്മക്ക് സംരക്ഷണം നൽകണം, എന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം, എന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകണം, എന്റെ മക്കളെ മദ്രസയിലും അതുപോലെ സ്കൂളിലുമൊക്കെ പഠിപ്പിക്കണം, എനിക്കും മഈസത്ത് കഴിയണം, അത് മറ്റൊരാളോട് യാചിക്കാതെ മാനമായി കഴിയണം, അതിനുവേണ്ടി ഞാൻ തൊഴിലെടുക്കാൻ പോവുകയാണെന്ന നിയ്യത്തോടെ നിങ്ങൾ ഇറങ്ങി നടക്കുന്ന ഓരോ ചവിട്ടടികളും അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമാണ്. നിങ്ങൾ തിരിച്ചു വരുന്ന ഓരോ വരവും അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹമാണ്. നിങ്ങൾ അവിടെ ചെന്നെടുക്കുന്ന ഏത് കമ്പനിയിൽ ജോലിയെടുത്താലും ഹലാലായ ജോലികളാണോ ആ ജോലിയെല്ലാം നിങ്ങൾക്ക് പ്രതിഫലാർഹമാണ്. അർഹമർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള അധ്വാനം എന്ന നിലക്കായിരിക്കണം നമ്മൾ ജോലിയെടുക്കുന്നത്. ബിസിനസ്സുകാരോട് ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, അതേ അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സദീഖീന വശുഹദാ. അത്താജിറു സദൂഖുൽ അമീൻ, സത്യവാനായി ബിസിനസ് നടത്തുന്ന വ്യക്തികൾ. അൽ അമീൻ, പരിപൂർണ വിശ്വസ്തരായി ബിസിനസ് നടത്തുന്നവർ. ചതിക്കുന്നില്ല, വഞ്ചനയില്ല, വാക്കിലംഘിക്കുന്നില്ല, കടം വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കുന്നില്ല, ആരെയും പറഞ്ഞു പറ്റിക്കുന്നില്ല, സത്യസന്ധമായ വിധത്തിൽ ബിസിനസ് നടത്തുന്ന സത്യവാനായ വിശ്വസ്തനായ ബിസിനസ്സുകാരൻ. മഅൻ നബിയ്യീന വസ്സദീഖീന വശുഹദാ, അമ്പിയാക്കളുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂടെയാണെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും തന്നെ പണ്ഡിതന്മാര് മാത്രമാണ് സ്വർഗത്തിൽ കടക്കുന്നതെന്നോ അല്ലെങ്കിൽ അതാ പണ്ഡിതന്മാര് മാത്രമാണ് വിജയിക്കുന്നതെന്നോ പണ്ഡിതന്മാര് ചിന്തിക്കാൻ പാടില്ല. ഒരിക്കലും തന്നെ സാധാരണക്കാരൻ നിരാശനാകാൻ പാടില്ല. ഒരിക്കലും തന്നെ സാധാരണക്കാരൻ നിന്ദ്യനാണെന്ന് പണ്ഡിതൻ ചിന്തിക്കാൻ പാടില്ല. ചിലപ്പോൾ പണ്ഡിതന്മാരെക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ള സാധാരണക്കാരുണ്ടാകാം. പക്ഷേ ഇൽമിന് പവറുണ്ടെന്ന് ഏതൊരാളും വിശ്വസിക്കണം, മനസ്സിലാക്കണം. ഇൽമിനെ ബഹുമാനിക്കുകയും വേണം. പക്ഷേ ഇൽമുള്ള വ്യക്തികൾ എന്റേത് ഇൽമല്ല എന്നവൻ ചിന്തിക്കണം. കാരണം ഒരു ചെറിയ തവള, ആ തവള ഒരു ചെറിയ തൊണ്ടിന്റെ ഉള്ളിലുള്ളപ്പോൾ ആ തൊണ്ടിലേക്ക് മഴ പെയ്തിട്ട് വെള്ളം കയറുമ്പോൾ ആ തവള മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ വെള്ളം ഇതാണെന്നാണ്. ആ തൊണ്ട് അല്പം വെള്ളത്തിൽ ഒലിച്ചു നീങ്ങുമ്പോൾ ഒരു തോട്ടിലെത്തിയാൽ ഈ തോട്ടിലുള്ള വെള്ളം വളരെ കൂടുതലാണെന്നാണ് തവള മനസ്സിലാക്കുന്നത്. ആ തോട്ടിലെ വെള്ളം ഒരു പുഴയിലെത്തുമ്പോൾ ഞാൻ ഇതുവരെ കണ്ടതൊന്നും വെള്ളമായിട്ടില്ല എന്നപ്പോഴാണ് മനസ്സിലാകുന്നത്. ആ പുഴയിലെ വെള്ളം ഒലിച്ചൊരു കടലിലെത്തുമ്പോഴാണ് വെള്ളത്തിന്റെ ഒരു ചെറിയ ശകലം പോലും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലെന്ന് ബോധ്യപ്പെടുന്നത്. ഇതുപോലെ അല്പം പഠിക്കുമ്പോൾ മനുഷ്യന് അഹങ്കാരം വരും, കൂടുതൽ പഠിക്കുമ്പോൾ മനുഷ്യൻ വിനയാന്വിതനാകും, ഒന്നുകൂടി പഠിക്കുമ്പോൾ ഞാനൊന്നും പഠിച്ചിട്ടില്ലെന്ന് ബോധ്യം വരും, ഒന്നുകൂടി പഠിച്ചാൽ എനിക്കൊന്നും അറിയില്ലെന്ന് ബോധ്യം വരും. അങ്ങനെ എത്ര കൂടുതൽ പഠിക്കുന്നുണ്ടോ അത്രയും മനുഷ്യന് എനിക്ക് അറിവ് കുറവാണെന്ന ബോധം വരും. അറിവ് കുറയുമ്പോഴാണ് അഹങ്കാരമുണ്ടാകുന്നത്. അറിവ് കൂടുന്നതിനനുസരിച്ച് മനുഷ്യന് വിനയമാണ് ഉണ്ടാകുന്നത്. അറിവ് കൂടുന്ന സമയത്താണ് വിഷയങ്ങളുടെ വസ്തുതകളെ കുറിച്ച് ചിന്ത വരുന്നത്. ആ ചിന്ത ശരിക്ക് ഹൃദയത്തിൽ കയറുമ്പോഴാണ് സുഹൃത്തുക്കളെ മനുഷ്യൻ പൊട്ടിക്കരയുന്നത്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രയാണ് പൊട്ടിക്കരഞ്ഞത്. എനിക്കും നിങ്ങൾക്കും കരച്ചിൽ വരുന്നില്ല. കാരണം തുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ ഭയപ്പെട്ട് ഉരുണ്ടുരുണ്ട് വന്ന കല്ലുകളുണ്ട്, പൊട്ടിക്കീറി വെള്ളമൊലിപ്പിക്കുന്ന കല്ലുകളുണ്ട്. ഓ സുഹൃത്തുക്കളെ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഖിറത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോ, അതാ അവിടുത്തെ സ്വന്തം ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ, ഒരു തെറ്റും വന്നു പോകാതെ, അന്യന്റെ ഒരു സ്വത്തും ജീവിതത്തിൽ പെട്ടുപോകാതെ, സുബ്ഹാനല്ലാഹ്, ഭൃത്യനായ ഒരു വ്യക്തി, ആ ഭൃത്യൻ സമ്പാദിച്ചു കൊണ്ടുവന്നത് അനുവദനീയമായ മാർഗത്തിലൂടെ അല്ലെന്ന് കണ്ടപ്പോൾ കഴിച്ച ഭക്ഷണം
ഭക്ഷണം പൂർണ്ണമായി തൊണ്ടയിൽ വിരലിട്ട് ഛർദ്ദിച്ച് പൂർണ്ണമായി ശരീരത്തിൽ നിന്ന് പുറത്തേക്കെടുത്ത സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണ്? അല്ലാഹുവേ, എന്നെ ഒരു മരത്തിന്റെ ഇലയായി പടച്ചിരുന്നുവെങ്കിൽ നിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയുമില്ലായിരുന്നുവല്ലോ അല്ലാഹ്. ആ ഇലകൾ വല്ല മൃഗങ്ങളും കഴിച്ചിരുന്നുവെങ്കിൽ ആ ഇലകളെ കൊണ്ട് മൃഗങ്ങൾക്ക് ഉപകാരം കിട്ടിയിരുന്നല്ലോ അല്ലാഹ്. ആ മൃഗത്തിന്റെ പാലുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടിയിരുന്നല്ലോ അല്ലാഹ്. എന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെടാതെ ജീവിതം നയിച്ചിട്ട് ഒരസറിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ഒരു 2 തോട്ടങ്ങൾ ഇസ്ലാമിന് വേണ്ടി സാധുക്കൾക്ക് വഖഫ് ചെയ്ത് മാറ്റിവെച്ചിട്ട് പോലും ജീവിതം നയിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വഫാത്തിനോട് അടുത്ത സമയത്തും പൊട്ടിക്കരയുകയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് വഫാത്ത് അടുത്തപ്പോ ഇമാം മുസനി റളിയല്ലാഹു അൻഹു പോയി കൈഫ അസ്ബഹത യാ ശൈഖി എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ വിട്ടുവീഴ്ചയിൽ പ്രതീക്ഷ അർപ്പിച്ചു. അല്ലാഹുവിന്റെ കോടതിയിലുള്ള ചോദ്യത്തെ ഓർമ്മിച്ചു. സയ്യിദുനാ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പാതിരാ സമയത്ത് മരണത്തിന്റെ ഓർമ്മയിൽ പൊട്ടിക്കരയുകയാണ്. ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, സാലിഹീകളൊക്കെയും ഒരുപാട് സൽക്കർമ്മം ചെയ്തു. അവർ ചെയ്ത നിസ്കാരം നമ്മളെ നിസ്കാരം പോലെയല്ല, പരിപൂർണമായ ഖുശൂഉള്ള നിസ്കാരമാണ്. നിസ്കാരത്തിൽ ഭൗതിക ചിന്തയൊന്നും കടന്നു വന്നിട്ടില്ല. അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ പരിപൂർണമാണ്. അവർ പൂർണ്ണമായ വിവരത്തോടെ ചെയ്തതാണ്. എല്ലാം ഉണ്ടായിട്ടും അവർ യജമാനനായ റബ്ബിന്റെ അധികാരവും അവരെ ദൗർബല്യവും അവരുടെ ഭാവിയും ഓർത്ത് പൊട്ടിക്കരയുകയാണ്. നമ്മളൊക്കെ വലിയ സൽക്കർമ്മികളാണെന്നും വലിയ ആളുകളാണെന്നും നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോയി എന്നും മറ്റുള്ളവരൊക്കെ രക്ഷപ്പെടുത്താൻ എങ്ങനെ കഴിയും എന്നും ചിന്തിക്കുന്ന വിധത്തിൽ നമ്മളൊക്കെ ഒരു രക്ഷപ്പെട്ടവരുടെ രൂപത്തിലായി നമുക്കൊരിക്കലും പാതിരാ സമയത്തിരുന്ന് 2 കണ്ണുനീരൊലിപ്പിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു കണ്ണുനീര് വരുന്നില്ല. ഒരു പാതിരാ സമയത്ത് ആരും കാണാതെ പാതിരക്ക് ഉളുവെടുത്തിട്ട് ഖിബിലക്ക് തിരിഞ്ഞിരുന്ന് ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഞാനൊന്ന് നന്നാകേണ്ടതില്ലേ, എനിക്കൊന്ന് നന്നാകേണ്ടതില്ലേ, റജബ് മാസം ബറക്കത്തുള്ള മാസമല്ലേ, ശഅബാൻ ബറക്കത്തുള്ള മാസമല്ലേ, റമളാനിനെ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന എത്ര ആളുകൾ റജബിൽ വെച്ച് മരണപ്പെട്ടുപോയി, എത്ര ആളുകൾ ദിനേന മരണപ്പെട്ടുപോയി, റമളാന് വരെ എനിക്ക് അവധിയുണ്ടോ ഇല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നതിന് പകരം നമുക്ക് പൊട്ടിക്കിരിക്കുന്നതിനൊരു മടിയും തോന്നുന്നില്ല. എവിടെയും നമ്മുടെ ചിന്തകൾ ഭൗതികമായി പോകുന്നു. അതിന് പകരം ആത്മീയ ചിന്ത ഈ പാവപ്പെട്ട എനിക്കുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു സാലിഹീകളിൽ ഉൾപ്പെടുത്തി നമ്മുടെ ജീവിതമെല്ലാം സൽക്കർമ്മങ്ങളാക്കി അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞില്ലേ, പാതിരാ സമയത്ത് ഞാനിങ്ങനെ പൊട്ടിക്കരയും. മരണത്തിന്റെ വെപ്രാളം ഓർത്തിട്ടാണ് കരയുന്നത്. മലായികത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. ആ കരച്ചിൽ കരയുന്നതിനിടയിൽ ഒരു ദിവസം ഞാൻ എന്റെ റബ്ബിനോട് സ്നേഹത്തോടെ എന്ന് പറഞ്ഞു, റബ്ബേ, മലക്കുൽ മൗത്തിനെ എന്റെ സമീപത്ത് അയക്കരുത്. അദ്ദേഹത്തിന്റെ വരവെങ്ങനെയാണെന്ന് എനിക്കറിയുന്നില്ല. നീ എന്റെ റൂഹിനെ ഡയറക്റ്റ് പിടിക്കണം എന്ന് ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞപ്പോ ഞാനൊന്നങ്ങ് മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ എന്റെ സമീപത്തൊരാൾ വന്ന് സലാം പറഞ്ഞു. സലാം മടക്കിയിട്ട് നിങ്ങൾ ആരാണെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ മലക്കുൽ മൗത്താണ്. ചോദിച്ചു ഞാൻ, നിങ്ങളിൽ നിന്ന് പഠിച്ചവനോട് ഞാൻ കാവൽ ചോദിച്ചില്ലേ, നിങ്ങൾ എന്നെ എന്തിന് സമീപിച്ചു? ആ സമയത്ത് മലക്കുൽ മൗത്തിന്റെ മറുപടി, ലിമ സഅൽതഹു ദാലിക, ഓ ശൈഖേ, എന്നെ നിങ്ങളെ സമീപത്ത് അയക്കരുതെന്ന് നിങ്ങൾ റബ്ബിനോട് എന്തിനാണ് പ്രാർത്ഥിച്ചത്? എന്താണ് അയ്യുദം മിന്നീ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തു പോയത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ചിലരുടെ റൂഹ് പിടിക്കുമ്പോ ഗൗരവത്തോടെ പിടിക്കുന്നു, ചിലരുടെ ഗൗരവ ഞാൻ വളരെ ലളിതമായി പിടിക്കുന്നു. അത് എന്റെ വകയല്ല. ഇന്നമാന അബ്ദും മഅ്മൂർ,
സർവ അധികാരവുമുള്ള റബ്ബ് ഒരാളെ റൂഹ് പിടിക്കുമ്പോൾ എങ്ങനെ പിടിക്കാനാണോ എനിക്ക് നിർദ്ദേശം നൽകുന്നത്, ആ നിർദ്ദേശപ്രകാരം ഗൗരവം കൂട്ടേണ്ടത് കൂട്ടുന്നു, ലളിതമാക്കേണ്ടത് ലളിതമാക്കുന്നു. എന്റെ വകയിലൊന്നും ചെയ്യുന്നില്ലല്ലോ ശൈഖേ. എന്നെ അണച്ചുകൂട്ടിയിട്ട് മലക്കുൽ മൗത്ത് കരയാൻ തുടങ്ങി. അധികാരമില്ലാത്ത അടിമയല്ലേ ഞാൻ, അധികാരമുള്ള രാജാവല്ലേ അല്ലാഹ്. അവന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന എന്നോട് നിങ്ങളെന്തിനാണ് അകൽച്ച വെക്കുന്നത് ശൈഖേ എന്ന് ചോദിച്ച് കരയുമ്പോൾ ഞാനും അദ്ദേഹത്തെ അണച്ചുകൂട്ടി പിടിച്ച് ഞാനും കുറെ സമയം പൊട്ടിക്കരഞ്ഞു. മക്കളെ, അധികാരം എനിക്കുമില്ലല്ലോ. അബ്ദുൽ ഖാദിർ എന്നല്ലേ പേര്, തന്നെ കഴിവുള്ള പടച്ചവന്റെ അടിമയെന്നല്ലേ, ഉടമസ്ഥൻ അല്ലാഹുവല്ലേ. ഞാനും ഒരടിമയല്ലേ. ഓ സുഹൃത്തുക്കളെ, എല്ലാവരും റബ്ബിന്റെ അടിമകളല്ലേ. പ്രസംഗിക്കുന്നവരും റബ്ബിന്റെ അടിമയല്ലേ. നിങ്ങളും റബ്ബിന്റെ അടിമകളല്ലേ. അടിമകൾക്ക് അഹങ്കാരത്തിന് അവകാശമുണ്ടോ? അടിമകൾക്ക് അസൂയക്ക് അവകാശമുണ്ടോ? അടിമകൾക്ക് അധികാരമുണ്ടെന്ന് ചിന്തിക്കാൻ പറ്റുമോ? അടിമത്തരം എപ്പോഴും മനസ്സിൽ ഓർമ്മിച്ച് അധികാരസ്ഥനായ റബ്ബിന്റെ കാരുണ്യം ചോദിച്ച് അവനോട് മാപ്പ് പറഞ്ഞ് അവനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുകയല്ലേ നമ്മൾ വേണ്ടത്. അർഹമുർ റഹീമീനായ റബ്ബേ, അതിന് ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ. ഞങ്ങളെ സർവ്വ മജ്ലിസുകളും ഈ മജ്ലിസും ഞങ്ങൾക്ക് നീ ദുആക്ക് ഇജാബത്തുള്ളതാക്കണം റഹ്മാനേ. ഒരൽപ്പം സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോൾ എത്രയോ ആളുകൾ വന്നു, ചെറുതും വലുതുമായ ഒരുപാട് സംഭാവനകൾ, നേർച്ചകൾ സിറാജുൽ ഹുദയിലേക്ക് ഏൽപ്പിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. ഞാൻ വരുന്ന വഴിക്ക് പല സ്ഥലത്തും കാത്തിരുന്ന സംഭാവനകൾ തന്നവരുണ്ട്. വരുന്ന വഴിക്ക് ചേറ്റുവെക്കെടുത്ത് ഞാനൊരു കല്യാണ മണ്ഡപത്തിൽ കയറിയിരുന്നു. അവിടെ പോയി ഇറങ്ങുമ്പോൾ തന്നെ ഒരാൾ, ഇന്നലെ അയാൾ ദുബായിൽ നിന്ന് രാത്രി കയറിയതാണ്, ഇന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതാണ്. അയാൾ 1100 ദിർഹം തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഏതോട് ജോലിക്കയറ്റം കിട്ടാൻ വേണ്ടി നേർച്ചയാക്കിയതാണ്. അത് എന്റെ കയ്യിൽ തന്നെ തരണമെന്ന് വിചാരിച്ചിട്ട് അയാൾ യാത്ര കഴിഞ്ഞിട്ട് അവിടെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വിദേശത്ത് വരികയാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഈ വരുന്ന വരവിൽ തന്നെ ഒരുപാട് നേർച്ചകളും സദഖകളും ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖൽബിൽ ഉദ്ദേശിച്ചത് നിനക്കറിയാം. അവരുദ്ദേശിച്ചത് കൊടുക്കാൻ നിന്റെ ഖജനാവിലുണ്ട്. ഞങ്ങൾക്കൊന്നിനും കഴിവില്ല. ആര് എന്ത് ഉദ്ദേശം വെച്ച് ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിച്ചവരുണ്ടോ, നേർച്ച ചെയ്തവരുണ്ടോ, ഞങ്ങളെ സ്ഥാപനങ്ങളെ വിദേശത്തും നാട്ടിലും സഹായിക്കുന്നവരുണ്ടോ, അല്ലാഹുവേ ഇന്ന് തന്നെ ദുആ ചെയ്യണം, ഇന്ന് തന്നെ ഫലം കിട്ടണം എന്നൊക്കെ പറഞ്ഞ് പലരും ഇന്നും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അവരുടെയും ഞങ്ങളുടെയും ഖൽബിലുള്ള ഉദ്ദേശങ്ങൾ നിനക്കറിയാം. അത് നിറവേറ്റി തരണം റഹ്മാനേ. പലരും പല കേസുകളിലുള്ളവരുണ്ട്. ഖൈറായ തീരുമാനം നൽകണം റഹ്മാനേ. റബ്ബേ, നിനക്കറിയാം, വിദേശ രാജ്യത്ത് സൗദിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ബിസിനസിന്റെ ലാഭത്തിൽ ഒരു ഷെയർ സിറാജുൽ ഹുദയിലേക്ക് നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം ഇന്നും 1,00,000 രൂപ എന്നെ ഏൽപ്പിച്ച ഒരാൾ അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസം വളരെ വിഷമത്തോടെ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെ പ്രയാസം പൂർണ്ണമായി നീക്കിക്കൊടുത്ത് അവരുടെ ബിസിനസ്സിൽ നേരത്തെ ഉള്ളതിനേക്കാൾ പുരോഗതിയും വിശ്വാസ്യതയും നീ വളർത്തിക്കൊടുക്കണം റഹ്മാനെ. അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ, സഹായികൾ, സഹകാരികൾ, എവിടെ ബിസിനസ് നടത്തുന്നവരുണ്ടോ, ജോലിയെടുക്കുന്നവരുണ്ടോ, നീ അവർക്ക് ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ മജ്ലിസുകൾ നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ. അൽ അശ്അരിയ എന്ന പേരിൽ മഹാനായ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും ഓർമ്മിക്കുന്ന ഈ മഹത്തായ സ്ഥാപനം, ഈ സ്ഥാപനത്തിന് ഇന്ന് വരെ ആര് സഹായിച്ചോ, ആര് സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ,
ആരതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എല്ലാവർക്കും നീ ഖൈറും ബറകത്തും നൽകണം റഹ്മാനേ.